അങ്ങനെ ഉണ്ടാകുമോ എന്നൊരു ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ഞെട്ടലിന് കാരണമാകുന്ന പല കാരണങ്ങളുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സ്വർഗ്ഗത്തിൽ തേനിൻ്റെ അരുവിയുണ്ട്, പാലിൻ്റെ അരുവിയുണ്ട്. പക്ഷേ ദുനിയാവിൽ അങ്ങനെ സംഭവം നമ്മൾ കാണുന്നില്ല. അതൊരിക്കലും അസംഭവ്യമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള യാഥാർത്ഥ്യമാണ് ഒരിക്കലും ബുദ്ധി പ്രമാണങ്ങൾക്കെതിരാവുകയില്ല എന്നത്. എന്നാൽ പലപ്പോഴും പ്രമാണങ്ങൾ ബുദ്ധിക്കെതിരാകുന്നു എന്ന് തോന്നാൻ, അങ്ങനെ വിചാരിക്കാൻ പല കാരണങ്ങൾ ഉണ്ട്. ആ കാരണങ്ങളെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ നമുക്ക് ആ വിഷയത്തിൽ നല്ല ഒരു ക്ലാരിറ്റി വരാനത് കാരണമാകും. ഒന്നാമത്തെ കാരണം, പലപ്പോഴും ബുദ്ധി പ്രമാണത്തിനെതിരാകുന്നു എന്ന് പറയുമ്പോൾ എതിരാകുന്ന സന്ദർഭങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ പറയപ്പെടുന്ന പ്രാമാണിക വചനങ്ങൾ സ്ഥിരപ്പെട്ടതായിരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെടാത്ത പല വചനങ്ങൾ, പല വാക്കുകൾ, പല ഹദീസുകൾ അത് ബുദ്ധിക്കെതിരായി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന സംഭവങ്ങൾ മൗദൂ ആയ, കള്ളമായ, അല്ലെങ്കിൽ ദുർബലമായ, സ്ഥിരപ്പെടാത്ത പലതും. സ്ഥിരപ്പെട്ടിട്ടില്ല എന്നിരിക്കെ തന്നെ അവിടെ അത് പ്രമാണമാകുന്നില്ല. കാരണം പ്രമാണമാകണമെങ്കിൽ അത് സ്ഥിരപ്പെട്ട സ്വഹീഹായ അല്ലെങ്കിൽ ഹസനായ സ്വീകാര്യമായ ഹദീസായിരിക്കണം. ഹദീസിനെ അത് സ്വഹീഹാണോ അല്ലേ എന്നൊക്കെ വിധി പറയേണ്ടത് ആ വിഷയത്തിൽ അഗാധ ജ്ഞാനമുള്ള മുഹദ്ദിസീങ്ങളാണ്, പണ്ഡിതന്മാരാണ്. രണ്ടാമത് ഇങ്ങനെ പറയപ്പെടാനുള്ളൊരു കാരണം, മതത്തിൽ പെടാത്ത പല കാര്യങ്ങളും മതത്തിലേക്ക് ചേർക്കപ്പെടും. ചില വ്യതിയാന കക്ഷികൾ പലതും ദീനിൻ്റെ ഭാഗമായി കൊണ്ടുവരും. പല ഖുറാഫാത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ വക്താക്കൾ പലതും ദീനിൻ്റെ ഭാഗമായി ശറആയി അവതരിപ്പിക്കും. അല്ലെങ്കിൽ പല തീവ്രവാദ വിധ്വംസക പ്രസ്ഥാനങ്ങൾ പലതും ദീനിൻ്റെ ഭാഗമായ കാര്യങ്ങളായി പലതും കൊണ്ടുവരും. യഥാർത്ഥത്തിൽ ദീനുമായി അതിന് ബന്ധമുണ്ടാവുകയില്ല. അല്ലെങ്കിൽ പല കെട്ടുകഥകൾ, ആരൊക്കെയോ പറഞ്ഞ ചില വാദങ്ങൾ, ചില വ്യതിയാന കക്ഷികളുടെ വാദഗതികളൊക്കെ ദീനായി കൊണ്ടുവരികയും എന്നിട്ട് അത് ബുദ്ധിക്കെതിരാകുമ്പോൾ ദീന് ബുദ്ധിക്കെതിരാകുന്നു, പ്രമാണം ബുദ്ധിക്കെതിരാകുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെയും ഒരിക്കലും പ്രമാണങ്ങൾ ബുദ്ധിക്കെതിരാകുന്നില്ല. കാരണം ആ കൊണ്ടുവന്ന വാദഗതികളോ ആ സംഭവങ്ങളോ കഥകളോ അതൊന്നും ദീനല്ല, പ്രമാണമല്ല എന്ന് മനസ്സിലാക്കാം. മൂന്നാമത് ഇങ്ങനെ കരുതപ്പെടാനുള്ള ഒരു കാരണം, പലപ്പോഴും ബുദ്ധിപരമായ ആശയം എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന പലതും അത് യഥാർത്ഥത്തിൽ സ്ഥിരപ്പെട്ട ശരിയായ ബുദ്ധിപരമായ ആശയമായിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് ശരിയല്ലാത്ത ഒരു തിയറി, ഒരു സിദ്ധാന്തം, ഒരു വാദം, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളെ അളക്കുന്നു. സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത, തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വാദഗതിയുടെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങളെ അളക്കുന്നു, പരിശോധിക്കുന്നു, എന്നിട്ടത് ബുദ്ധിക്കെതിരായി എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അത് ബുദ്ധിക്കെതിരാകുന്നില്ല. കാരണം ആ ബുദ്ധിപരമാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആ ഒരു വാദഗതി അത് യഥാർത്ഥത്തിൽ ബുദ്ധിപരമല്ല. അതിന് ഒരു ഉദാഹരണമാണ്, പലപ്പോഴും ആ ഒരു കാര്യത്തെക്കുറിച്ച്, ആ ഒരു വിഷയം ബുദ്ധിപരമാണെന്ന് കൊണ്ടുവന്ന ഒരു കാര്യം അതിനെ ഗ്രഹിച്ച സന്ദർഭത്തിൽ അത് മനസ്സിലാക്കിയപ്പോൾ പലപ്പോഴും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവിടെ ജഡ്ജ് ചെയ്തെടുത്ത് അതിനെ ആ ഒരു വിഷയം മനസ്സിലാക്കിയെടുത്തോ അതിനെ സ്ഥാപിച്ചിടത്തോ ഒക്കെ അബദ്ധങ്ങൾ വന്നിട്ടുണ്ടാകും. അത് ബുദ്ധിപരമായി സ്ഥാപിതമായ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കപ്പെട്ട ഒരു കാര്യമായിക്കൊള്ളുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രമാണങ്ങളിൽ വളരെ അധികം സ്ഥിരപ്പെട്ട കാര്യമാണ്, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെ അളക്കും, കർമ്മങ്ങളെ തൂക്കും. വസ്നുൽ അഅമാൽ, കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് തുലാസിൽ തൂക്കുമെന്നുള്ളത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഒരുപാട് കാലം ആളുകൾ ചോദിച്ചിരുന്നു, പ്രമാണങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കർമ്മങ്ങൾ തൂക്കാൻ സാധിക്കുകയില്ലല്ലോ, കർമ്മങ്ങൾ എങ്ങനെ തൂക്കാൻ പറ്റുക, അമലുകൾ എങ്ങനെയാണ് തൂക്കി നോക്കാൻ പറ്റുക? യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിന് ഉത്തരം പറയാൻ വളരെ എളുപ്പമാണ്. ഇന്നിതാ ഒരുപാട് കാലം നമുക്ക് അളക്കാനോ തൂക്കാനോ ഒന്നും നമുക്ക് അളന്നു നോക്കാൻ കഴിയാത്തതായിരുന്നു തണുപ്പും ചൂടും. എന്നാൽ അത് അളന്നു നോക്കാനും അതിൻ്റെ അളവ് നിശ്ചയിക്കാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പ്രകാശത്തിൻ്റെ വേഗത ശാസ്ത്രം അളക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും അളന്നു നോക്കാനോ തൂക്കി നോക്കാനോ കഴിയാത്ത കാര്യങ്ങളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ച അങ്ങേയറ്റം കഴിവുറ്റ എല്ലാ കഴിവിനോ ശക്തിക്കോ പരിമിതിയില്ലാത്ത റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അത് അളവിനും തൂക്കത്തിനും വിധേയമാക്കാൻ ഒരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ
ഒരു സദസ്സിൽ പറയുകയാണ്, എങ്ങനെയാണ് ഈ നരകത്തിന്, ഹദീസിലുണ്ടല്ലോ നരകത്തിന് 2 ശ്വാസമുണ്ട്, 2 നിശ്വാസമുണ്ട്, ചൂടുകാലത്ത് ഒന്നും അതുപോലെ തണുപ്പ് കാലത്തൊന്നും. തണുപ്പ് കാലത്ത് അനുഭവിക്കുന്ന കഠിനമായ തണുപ്പും ചൂടുകാലത്ത് അനുഭവിക്കുന്ന കഠിനമായ ചൂടും നരകത്തിൻ്റെ ആ ശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ഹദീസ് സ്ഥിരപ്പെട്ടതായി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടൊരു മനുഷ്യൻ ചോദിക്കുകയാണ് ഒരു സദസ്സിൽ, ഇത് ഒരിക്കലും സാധ്യമല്ല, ഇത് അസാധ്യമായ കാര്യമാണ്. ഒരേ വസ്തുവിൽ നിന്ന് എങ്ങനെയാണ് ചൂടും തണുപ്പും രണ്ടും കൂടി പുറത്തു വരിക, അതുണ്ടാകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഇരുന്നിരുന്ന മറ്റൊരു സാധാരണക്കാരൻ അത് മറുപടി കൊടുക്കുകയാണ്. ഒരു പണ്ഡിതനൊന്നുമല്ല, ഒരു സാധാരണക്കാരന് മറുപടി കൊടുക്കുകയാണ്. എന്താണ് അതിന് പ്രശ്നം? അതിനൊരു കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ AC കാണുന്നില്ലേ, നമ്മളെ റൂമിലൊക്കെയുള്ള AC കൾ, ആ AC-യിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് തണുപ്പ് വരുന്നു, അതിന് പുറത്തേക്ക് ചൂട് വരുന്നു. ഒരേ വസ്തുവിലും തണുപ്പും ചൂടും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സാധാരണക്കാരന് പോലും ഇപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ പലതും ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിപൂജകരുടെ പല വാദങ്ങൾക്കും മറുപടിയാകാൻ അത് കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ 4-മതായി അതിൻ്റെ ഒരു കാരണം, ഇങ്ങനെ ആളുകൾ വിചാരിക്കാനുള്ളൊരു കാരണം, ബുദ്ധിപരമായി അസാധ്യമായ കാര്യവും ബുദ്ധിപരമായി ചിന്തിച്ചാൽ അത് അസാധ്യമല്ല, പക്ഷേ സംഭവിക്കാൻ പ്രയാസമാണ്, അത് വളരെ വിദൂരമാണ് എന്നുള്ള കാര്യവും, ഇത് രണ്ടും കൂടി ഒന്നാക്കുക, രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇപ്പോൾ ഒരു കാര്യം ഒരേ സമയം ഉള്ളതുമാവുക ഇല്ലാത്തതുമാവുക, അതുപോലെ തന്നെ ഒരു കാര്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അതിൻ്റെ മുഴുവൻ ഭാഗത്തേക്കാൾ, അത് മുഴുവൻ ചേർന്നാൽ ഉള്ളതിനേക്കാളും വലുതായി തീരുക, അതിനേക്കാളും വലുതാണ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവുക. ഇതൊക്കെ നമുക്ക് ബുദ്ധി കൊണ്ട് തീർത്ത് പറയാൻ പറ്റും, അതൊരിക്കലും സംഭവ്യമല്ല എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരിക്കലും ശരീഅത്തിൽ, ഇസ്ലാമിക നിയമങ്ങളിൽ, ഇസ്ലാമികമായ വിവരങ്ങളിൽ, വാർത്തകളിൽ, പ്രമാണങ്ങളിൽ അതുണ്ടാവുകയില്ല. എന്നാൽ അതേസമയം അസംഭവ്യമായിക്കൊള്ളുന്നില്ല ചില കാര്യങ്ങൾ. പക്ഷേ ദുനിയാവിൽ നമുക്കത് അറിയാത്തത് കൊണ്ട്, അത് ഉണ്ടായത് സംഭവിച്ചതായി നമുക്കറിയാത്തത് കൊണ്ട്, സംഭവിക്കുമെന്നുള്ള അറിവ് നമുക്കില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമുക്കത് അങ്ങനെ ഉണ്ടാകുമോ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ഞെട്ടലിന് കാരണമാകുന്ന പല കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സ്വർഗത്തിൽ തേനിൻ്റെ അരുവിയുണ്ട്, പാലിൻ്റെ അരുവിയുണ്ട്. പക്ഷേ ദുനിയാവിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. അതൊരിക്കലും അസംഭവ്യമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം കൊണ്ട് അരുവിയും നദിയും സംവിധാനിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പാല് കൊണ്ടും തേന് കൊണ്ടും നദിയും അരുവികളും ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ നമ്മളത് ദുനിയാവിൽ കാണാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ്? അസംഭവ്യമായത് കൊണ്ടല്ല, പക്ഷേ അത് നമുക്ക് പരിചയമില്ല, അറിവില്ല എന്നതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ അത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. അസംഭവ്യമായ കാര്യങ്ങളും നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ട് നമ്മൾ വിദൂരമായി അത് ഉണ്ടാവുക എന്നത് വിദൂരമാണെന്ന് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ രണ്ടും രണ്ടായി തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് പ്രമാണങ്ങളിൽപ്പെട്ട സ്ഥിരപ്പെട്ട പല കാര്യങ്ങളും അതിൽ സംശയം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിനെ കളവാക്കുന്ന അവസ്ഥകൾ സംജാതമാകാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. അതൊരിക്കലും നമുക്ക് സാധാരണയായി നടക്കുന്നില്ലല്ലോ, സാധാരണയായി ഉണ്ടാകാറില്ലല്ലോ. എന്തുകൊണ്ട് മാത്രം ഒരു കാര്യത്തെ ഒരിക്കലും നമുക്ക് തള്ളാൻ, ഒരിക്കലും നിഷേധിക്കാൻ അത് പറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചു കൊള്ളുന്നില്ല. പലതും കേൾക്കുമ്പോൾ, അറിയുമ്പോൾ നമുക്കൊരു നെട്ടലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊരു ചിന്ത കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കേൾവിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ സമയം ഒരുപാട് ശബ്ദങ്ങൾ അല്ല, എല്ലാ ശബ്ദങ്ങളും, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലുള്ള മുഴുവൻ ശബ്ദങ്ങളും ഒരേ സമയം കേൾക്കാൻ കഴിവുള്ളവനാണ് റബ്ബ്. വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഒരേ സമയം കേട്ട് ഗ്രഹിക്കാൻ കഴിവുള്ള, അങ്ങനെ കേൾവി ശക്തിയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ ശക്തിയുടെ, അവൻ്റെ മഹത്വത്തിൻ്റെ, അതിൻ്റെ വലിപ്പമാണ് നമുക്കത് മനസ്സിലാക്കി തരിക. പക്ഷെ നമുക്കങ്ങനെ ഒരു സംഗതി, ദുനിയാവിൽ നമുക്കങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അത് നമുക്ക് പ്രയാസമാണ്. എന്താ അതിൻ്റെ കാരണം? നമ്മുടെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാനുള്ള പരിമിതി ഉണ്ട്. അല്ലാതെ അത് അസംഭവ്യമാണ് എന്നതല്ല അതിൻ്റെ കാരണം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അങ്ങനെ നമ്മൾ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിക്കെതിരാണെന്ന് പറയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ബുദ്ധിക്കെതിരല്ല. അത് അവരുടെ ബുദ്ധി പരിമിതമായതുകൊണ്ട്, അവർക്കത് പരിചയമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുകയാണ്, അതൊരു അസംഭവ്യമാണെന്ന് അവർക്ക് തോന്നുകയാണ് എന്ന് നമുക്ക് പറയാൻ
സാധിക്കും. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അസംഭവ്യമായ കാര്യങ്ങൾ, ബുദ്ധി കൊണ്ട് നമുക്ക് അസംഭവ്യമാണെന്ന് തീർത്ത് പറയാവുന്ന കാര്യങ്ങൾ പ്രമാണങ്ങളിലൂടെ അള്ളാഹു അതിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുപോലെ ആറാമതായി ഇങ്ങനെ ആളുകൾ വിചാരിക്കാനുള്ളൊരു കാരണം പ്രമാണങ്ങൾ ശരിയാം വിധത്തിൽ മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതാണ്. ആയത്താണെങ്കിലും ഹദീസാണെങ്കിലും അതൊക്കെ ശരിയായ രൂപത്തിൽ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ അതിൻ്റെ യഥാർത്ഥ ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം, അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ അതിനെ മനസ്സിലാക്കുന്ന പ്രശ്നം. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഒരു മനുഷ്യൻ ഉറങ്ങി എന്നിട്ട് സുബഹി നിസ്കാരത്തിന് അവൻ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ബാല ഷൈത്താനു ഫി ഉദ്നിഹി, അവൻ്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു. ചില ബുദ്ധിപൂജകർ ഈ ഹദീസ് ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ബുദ്ധിക്കെതിരാണ്, ഇത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ അറിയാനൊന്നും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞ ബുദ്ധിപൂജകനാണ് യഥാർത്ഥത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. പിശാച് എന്ന സൃഷ്ടി തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്ന ഒരു സൃഷ്ടിയല്ല. അടിസ്ഥാനപരമായി ശൈത്താൻ്റെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളോ പിശാചിനെ നമ്മൾ കാണുകയോ അറിയുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ആ പിശാചിൻ്റെ മൂത്രവും അതെന്തായിരിക്കും, പിശാച് ചെവിയിൽ മൂത്രമൊഴിക്കുന്ന ആ മൂത്രവും സ്വാഭാവികമായിട്ടും അത്തരത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സ്വാഭാവികമായും അറിയാനോ അനുഭവപ്പെടാനോ കഴിയുന്നതായിക്കൊള്ളുന്നില്ല. അത് എന്താണ്, അത് ഗൈബിയായ പിശാചിൻ്റെതായിട്ടുള്ള രൂപത്തിലുള്ള അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ സാധാരണയായി അനുഭവിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യാത്ത പിശാചിനെ നമ്മൾ കാണുന്നില്ലെങ്കിൽ പിന്നെ അവനിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തി അത് പിന്നെ എന്തായാലും നമുക്ക് കാണുക എന്നുള്ളത്, അല്ലെങ്കിൽ അനുഭവിക്കുക, നമ്മൾ കാണുക, നമ്മൾക്ക് പിന്നെ അനുഭവപ്പെടാൻ സാധിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാവുകയില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതുപോലും ചിന്തിക്കാതെ ഇത് ബുദ്ധിക്കെതിരാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ അബദ്ധത്തിലാണ് അങ്ങനെയുള്ള ആളുകൾ ചെന്നുപെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അത്തരത്തിലുള്ള വ്യതിയാനങ്ങളിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.